ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സെയിൽസ് വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു ഇന്നലെ വൈകുന്നേരമാണ് വിജിലൻസിന്റെ പിടിയിലായത്. എറണാകുളത്തെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 10 ലക്ഷം രൂപയാണ് തിരുവനന്തപുരത്ത് ഗ്യാസ് ഏജൻസി നടത്തിവരുന്ന മനോജ് വൃന്ദാവനത്തോട് പ്രതി ആവശ്യപ്പെട്ടത്. ഇത് കൊടുക്കാൻ വിസമ്മതിച്ചതോടെ പ്രതികാര നടപടികൾ തുടങ്ങി. കസ്റ്റമർ ട്രാൻസ്ഫർ കിട്ടിയ ഏജൻസി വിളിച്ചിരുന്നു. പുള്ളി അവരിൽ നിന്നും പൈസ വാങ്ങിയിരുന്നു ട്രാൻസ്ഫർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഒരുപാട് ഏജൻസികളിൽ നിന്ന് പുള്ളി പൈസ വാങ്ങിക്കും. പൈസ വാങ്ങാനുള്ളൊരു സാഹചര്യം പുള്ളി ഉണ്ടാക്കി വയ്ക്കും. പുള്ളിയുടെ ലെവലിലുള്ളൊരു ഓഫീസർ ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ടർമാരെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സെയിൽസ് ഓഫീസറുമായിട്ട് മാത്രമാണ് ഞങ്ങൾക്ക് ബന്ധം. ഒരുപാട് ആലോചിച്ച് സഹികെട്ടാണ്, നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാണ്. കാരണം ഇപ്പോൾ പൈസ കൊടുത്താൽ ഇത് അവസാനിക്കുന്നില്ല. പുള്ളിക്ക് ഇനി 1.5 വർഷക്കാലമുണ്ട്. അപ്പോൾ വീണ്ടും ഓരോന്ന് പറഞ്ഞിങ്ങനെ 50,000 ഉപഭോക്താക്കളുള്ള മനോജിന്റെ ഏജൻസിയിൽ നിന്ന് 25,000 പേരെ മറ്റ് ഏജൻസികൾക്ക് വിഭജിച്ച് നൽകി. ഇനിയും ഉപഭോക്താക്കളെ മറ്റ് ഏജൻസികൾക്ക് നൽകുമെന്ന് ഭീഷണി തുടരുകയായിരുന്നു. ശനിയാഴ്ച തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പണം തരണമെന്ന് അലക്സ് മനോജിനോട് പറഞ്ഞു. തുടർന്ന് മനോജിന്റെ വീട്ടിൽ വെച്ച് പണം വാങ്ങിയപ്പോഴാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുകയും അലക്സിനെ തെളിവോടുകൂടി പിടികൂടുകയും ചെയ്തത്. അലക്സ് മാത്യുവിന്റെ എറണാകുളത്തെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തി. പരിശോധനയിൽ 29 ലക്ഷം രൂപയുടെ നിക്ഷേപക രേഖകളും ലിറ്റർ കണക്കിന് വിദേശ നിർമ്മിത മദ്യശേഖരവും കണ്ടെത്തി. പനമ്പള്ളി നഗറിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ചില സുപ്രധാന രേഖകളും വിജിലൻസിന് ലഭിച്ചു. ദേഹാസ്വസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അലക്സ് മാത്യുവിന്റെ അറസ്റ്റ് ഇന്ന് വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം യൂണിറ്റ് 1 രേഖപ്പെടുത്തും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.